ഹായ് ഫ്രണ്ട്സ്, നമുക്ക് റവ കൊണ്ട് എങ്ങനെ ഒരു പൊങ്കൽ ഉണ്ടാക്കണം നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാൻ വന്ന് 1/2 കിലോ റവ കറക്റ്റാണ് തൂക്കിയെടുത്ത് 1/2 കിലോ റവ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. അതിന് 1.5 ലിറ്റർ വെള്ളം ചെറുപയർ പരിപ്പുമായിട്ട് അടിച്ച് അതിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയെന്നാൽ ഇത് മുന്തിരി പരിപ്പ് എടുത്തിട്ടുണ്ട്, കശുവണ്ടി അതും എടുത്ത്, ചെറിയ ജീരകം, കുരുമുളക്, ഒരു സവാള എടുത്ത് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരിവേപ്പില, ഒരു പച്ചമുളക് എടുത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് കടുക് വറുക്കാനായിട്ട് ഉഴുന്നും പരിപ്പ് അതും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് 2 കുഴിക്കരണ്ടി വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രം നമുക്കൊന്ന് വറങ്ങി കിട്ടിയാൽ മതി. ഇതിൻ്റെ അകത്ത് കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഈ പരിപ്പ് ചെറുപയർ പരിപ്പാണ് 1/2 കിലോ റവയ്ക്ക് 100 ഗ്രാം ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ അവിച്ച് കടഞ്ഞ് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ലേശം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. നമുക്ക് ഈ സ്റ്റേജ് നല്ലവണ്ണം വെള്ളം വെട്ടി തിളച്ച്, അപ്പോൾ നമുക്കിതിൽ 2 സ്പൂണ് നെയ്യ് ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഞാൻ തിരിച്ചും പറയണം, 1.5 ലിറ്റർ 1/2 കിലോ റവയ്ക്ക് 100 ഗ്രാം ചെറുപയർ പരിപ്പിൽ 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇതേപോലെ നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തൊന്ന് റവ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ കണ്ട നല്ലവണ്ണം റെഡിയായി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 1 കുഴിക്കരണ്ടി എണ്ണ കൂടെ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് താളിച്ചെടുക്കാം. ഉഴുന്നും പരിപ്പ് ഇതിലിട്ട് കൊടുക്കാം. ഈ കുരുമുളക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് വേണം, എനിക്ക് കടലപ്പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. കരിവേപ്പില ഞാൻ അതിലിട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ ലേശം കൂടെ കരിവേപ്പില ഇട്ട് എല്ലാം ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലവണ്ണം നമുക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം നമുക്കിതൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് കുറുവി കിട്ടും. സൂപ്പറാ, അത് കട്ടിയായി സൂപ്പറാ, നല്ല ഒരു മണവും നല്ല ഒരു കട്ടി ചമ്മന്തി ഇതിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂട്ടി സൂപ്പറാ, പൊങ്കൽ സെയിം പൊങ്കലിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ ഒരിക്കൽ അതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.